നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ഹോളിയാണ്. രാജ്യത്ത് ആകമാനം വർണ്ണങ്ങൾ വിതറുന്ന ദിവസം. എന്നാൽ ഇന്നേ ദിവസം ജ്യോതിഷത്തിനും അല്പം പ്രാധാന്യമുണ്ട് എന്നതാണ് വാസ്തവം. ചില വിശ്വാസങ്ങൾ അനുസരിച്ച് ഇന്നാണ് ഹിന്ദു പുതുവർഷം ആരംഭിക്കുന്നത് എന്ന് ചിലർക്കിടയിൽ വിശ്വാസമുണ്ട്. ഈ വിശേഷ ദിവസങ്ങളിൽ ഗ്രഹങ്ങളിലും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നത് വാസ്തവമാണ്. ജ്യോതിഷപ്രകാരം പറയാവുന്ന ചില കാര്യങ്ങളാണ് ഇനി പരാമർശിക്കുന്നത്. ശശമഹാപുരുഷ യോഗം, ബുധാദിത്യ യോഗം, വൃദ്ധിയോഗം, ലക്ഷ്മി നാരായണ യോഗം, ധനയോഗം തുടങ്ങി നിരവധി യോഗങ്ങളാണ് ഈ ദിവസത്തിൽ രൂപാന്തരപ്പെടുന്നത് എന്ന് പറയാം. അതിനാൽ തന്നെ വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാകുന്നു. 12 രാശിക്കാരിലും ഈ പറയുന്ന യോഗങ്ങളെല്ലാം പല വിധത്തിലാണ് പ്രവർത്തിക്കുക. അതിൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ചില രാശിക്കാരുണ്ട്. ആ രാശിക്കാരുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം. അത്രമേൽ സവിശേഷമായ ദിവസമാണ് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അനുകൂലമായ ഫലങ്ങൾ ഹോളി ദിവസം വന്ന് ചേരുന്നു എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്ന് ചേരുന്നതായ ദിവസമാണ് ഇന്ന്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിന് അനുകൂലമാണ് ഈ സമയം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല വിധത്തിലുള്ള സന്തോഷകരമായ ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്താം. മനസ്സിന് സന്തോഷം പകരുന്നതായ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രണയിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്കും അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്ന സമയം തന്നെയാണ് ഇത്. വിവാഹത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്താവുന്ന സമയമാണ് ഇത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം പണയവുമായി ബന്ധപ്പെട്ട് പല വസ്തുക്കളും തിരികെ എടുക്കുകയോ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ പോലും പലതും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാമ്പത്തികപരമായ സമ്മർദ്ദത്തിന് അയവ് വന്ന് ആശ്വാസം ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. ഇടവം രാശിക്കാർക്ക് ഇന്ന് അനുകൂലമായ സമയമാണ്. ഇന്നു മുതൽ ചില മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ശുഭകരമായ യോഗങ്ങൾ ഇന്നേ ദിവസം തുലാം രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഈ യോഗങ്ങളെല്ലാം തന്നെ ഇവരുടെ പ്രത്യേകിച്ച് പല വിധത്തിലുള്ള നേട്ടങ്ങൾക്കും കാരണമാകാം. ഈ യോഗങ്ങൾ, അതായത് ഹോളി ദിവസത്തിൽ രൂപം കൊള്ളുന്ന ഈ യോഗങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ചില മാറ്റങ്ങൾക്ക് കാരണമാകും. ഇന്നേ ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണ് എങ്കിൽ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നതായി അനുഭവപ്പെടുന്നതാണ്, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം പകർന്ന് ലഭിക്കുന്നതായ സമയമാണ്. ഈ സമയം തർക്കങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. ഭാവിയുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ നിങ്ങൾക്കുണ്ട്. അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ജോലി തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുവാൻ, അതിനുള്ള തടസ്സങ്ങൾ അകലുവാൻ അനുകൂലമാണ് സമയം. ഈ സമയം നിങ്ങൾക്ക് മികച്ച ശമ്പളത്തോടെ ജോലി ലഭിക്കുക, നിലവിലുള്ള ജോലി മാറുക, ശുഭകരമായ വാർത്തകൾ തേടിയെത്തുക, പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുക, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അത്തരം അവസരങ്ങളാണ് വന്നു ചേരുക. ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനുരാശിക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടതായ കാര്യം, ഹോളി ദിവസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. അനുകൂലമായ മാറ്റങ്ങൾ വന്ന് ചേരാവുന്ന ഒരു ദിവസം തന്നെയാണ് ഇത്. സാമ്പത്തികപരമായി ചില ലാഭങ്ങൾ, ചില നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ധനപരമായി ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ അത്തരം പ്രയാസങ്ങൾ ഒഴിഞ്ഞു പോകുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും.
പണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വഴികളിലൂടെയും ധനം സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളതാകുന്നു. അത്തരം പ്രതിസന്ധികളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. കൂടാതെ ആത്മീയപരമായ കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും സമയം കൂടുതൽ ചെലവിടുകയോ അല്ലെങ്കിൽ പല ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനുള്ള അവസരങ്ങൾ വന്നു ചേരുക, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരുക, അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാണ്. പല യാത്രകളും നിങ്ങൾക്ക് നടത്തേണ്ടതായി വരും. അതിൽ സന്തോഷം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ധനപരമായ ചില നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് പറയാം. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. ആ അവസരങ്ങൾ നിങ്ങൾക്ക് ഈശ്വരനായി തന്നെ ഇഷ്ടദേവതയായി തന്നെ നൽകുന്ന അവസരങ്ങളാകുന്നു. മറ്റൊരു രാശിയായി പറയുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ സമയം എന്ന് നിസ്സംശയം പറയാം. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ദിവസം, അപൂർവമായ യോഗങ്ങൾ എല്ലാം തന്നെ വന്നു ചേരുന്നതായ ദിവസം. അതിനാൽ ഇന്നു മുതൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ശുക്രൻ ഉദിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ഫലങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം മാനസികമായ ഉല്ലാസം ലഭിക്കുന്നതാകുന്നു. പലവിധ സമ്മർദ്ദങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിലും അത്തരം പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും ആ പ്രതിസന്ധികൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ജോലിയിൽ ഉയർച്ച നേടുവാൻ, കർമ്മമേഖലയിൽ ഉയർച്ച നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. തൊഴിലുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ വിദേശയാത്ര ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കഠിനാധ്വാനത്തിന് പൂർണ്ണമായ ഫലം ലഭിക്കുന്നതായ അവസരമാണ് ഇത്. മനസ്സിന്റെ ആരോഗ്യം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതം അനുകൂലമായി മാറ്റും. അതിന് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശുഭകരമായ വാർത്തകൾ തേടിയെത്താം. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. നിക്ഷേപിക്കുവാൻ അനുകൂലമായ സമയം, നിക്ഷേപങ്ങളിൽ ലാഭം ലഭിക്കുന്നതായ സമയം. അത്തരത്തിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇഷ്ടദേവതയുടെ കടാക്ഷത്താൽ കൂടിയാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അതിനാൽ ഇഷ്ടദേവതയെ കൂടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക.